guys, welcome to my YouTube channel. This is me Vrinda. അപ്പോൾ എൻ്റെ ഇൻട്രോ ഒക്കെ എല്ലാത്തിനും ക്യൂട്ട്നെസ് മാരി വിതറുന്ന പോലെയാണെന്ന് എനിക്കും അറിയാം, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഓക്കെ. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും സർപ്രൈസ്ഡ് ആവുമെന്നില്ല, തമ്പനയിൽ കാണാലോ. എന്ന് വെച്ചാൽ വാട്ട്സ് ഇൻ മൈ മേക്കപ്പ് ബാഗ്. എല്ലാ സാധനങ്ങളും അഫോർഡബിൾ ആണ്. എല്ലാം കൂടി വരുമ്പോൾ കുറച്ച് പൈസ ആവുമെന്നെങ്കിലും ഓരോന്ന് വാങ്ങിക്കൂട്ടി ഞാൻ ഇത്രയാക്കിയതാണ്. പക്ഷെ ഇതിൽ പകുതിയും എനിക്ക് എൻ്റെ സിസ്റ്റേഴ്സ് തന്നതാണ്. അവർക്ക് വേണ്ടാത്തതും അവർക്ക് ചേരാത്തതും അതേപോലെ എനിക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങി തന്നതും ആയ സാധനങ്ങളാണ്. പിന്നെ കുറച്ചൊക്കെ ഞാൻ തന്നെ വാങ്ങിയതാണ്. ബട്ട് അവരങ്ങനെ എങ്ങനെ തരുന്നതാണേലും ഞാൻ വാങ്ങും, കാരണം അവർക്ക് അങ്ങനെ തരാൻ ഞാനല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ വാങ്ങും. ഈ മേക്കപ്പ് ബാഗ് ഞാൻ വാങ്ങാനൊരു കാര്യമുണ്ട്, കഥയുണ്ട് ഇതിന് പിന്നിൽ. ചെറിയ കഥയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ആസ് യൂഷ്വൽ ഞാൻ ചേച്ചിനെ കോപ്പി അടിച്ചിട്ട് വാങ്ങിയതാണ്. അവളിത് കാണുമ്പോൾ അവൾക്ക് സന്തോഷം ഉണ്ടാവും, കാരണം ഇത് ഞാൻ പറഞ്ഞല്ലോ എന്നുണ്ട് ഇതിൽ. അവൾ ഫസ്റ്റ് ടൈം ഇവിടെ ബേബിക്ക് ഉണ്ണിയൊക്കെ ആയിട്ട് പോയിട്ട് പിന്നെ രണ്ടാമത് ഇങ്ങനെ വന്നപ്പോൾ അവളിങ്ങനെ ഒരു മേക്കപ്പ് ബാഗും കൊണ്ടാണ് വന്നത്. അപ്പോൾ ഞാൻ നോട്ടിട്ട് വെച്ചു, വാവ്. അപ്പോഴാണോ അതിന് മുന്നാണോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. യെസ് അതിന് മുന്നേ ഞാൻ നോട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാവ്, ഇത് കൊള്ളാം. അവൾ അവിടെ നിന്ന് നല്ല പൈസക്കാണത് വാങ്ങിയത്, ദുബായിൽ നിന്നൊക്കെ. ഞാനപ്പോൾ ഇത് മീഷോയിൽ തപ്പി കറക്റ്റ് അതേ സംഭവം തന്നെ 100 സംതിങ്ങിന് ഞാനത് വാങ്ങിയത്. ക്യാൻ യു ബിലീവ് ഇറ്റ്? നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഇത് നിറയെ സാധനങ്ങളാണ്, നിറയെ സാധനങ്ങൾ കണ്ടു. പക്ഷെ അത്ര നിറയില്ല, ബട്ട് ഇങ്ങനെ അടയ്ക്കുമ്പോൾ ഇത് നിറഞ്ഞിരിക്കും, പക്ഷെ തുറക്കുമ്പോൾ അത്ര തുറക്കും. അപ്പം നമുക്ക് എന്തൊക്കെ ഉണ്ടെന്ന് കാണാം. ഓക്കെ, സ്കിൻ കെയർ തന്നെ തുടങ്ങുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, കാരണം സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് ഞാൻ വേറെ സെപ്പറേറ്റ് ആയിട്ട് വെക്കുക. ഇതിനകത്തെ വലിയ സാധനങ്ങൾ, അപ്പോൾ അത് ഞാൻ അങ്ങനെ വെക്കാറില്ല അധികം. മോയ്സ്ചറൈസർ ചെറിയ ബോക്സാണ് വാങ്ങാറ്. എൻ്റെ ഫുൾ ടൈം പോൺസ് തന്നെയാണ്. ഞാനൊരു കുറേ ഇയേഴ്സായിട്ട് പോൺസ് തന്നെ എൻ്റെ മോയ്സ്ചറൈസർ. ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 285. ബോഡി ക്യൂപ്പിഡ് എന്നുള്ളൊരു തന്നെയാണ്. ഞാനിതൊരു ഓഫർ കണ്ടിട്ട് വാങ്ങിയതാണ്. എൻ്റെ ഫസ്റ്റ് ടൈം ഞാനൊരു വൈറ്റമിൻ സി സെറം യൂസ് ചെയ്തതാണിത്. എനിക്കിത് അത്യാവശ്യം കുഴപ്പമില്ല. എനിക്കതിന് യൂസ് ആയോ എന്ന് എനിക്കറിയില്ല, ബട്ട് എനിക്ക് ഡാർക്ക് സ്പോട്ട്സ് കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. കുറേയൊക്കെ പോയിട്ടുണ്ട്, എന്നാലും കുറച്ചൊക്കെ അവിടെ തന്നെയുണ്ട്. എനിക്ക് പിന്നെ കളർ പിഗ്മെൻറ്റേഷൻ ഉണ്ട്, ഇവിടെ ആയിട്ട് പിഗ്മെൻറ്റേഷൻ, ഇവിടെ പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ട്. അതൊന്നും പോയിട്ടില്ല, അതങ്ങനെയുണ്ട്. ബട്ട് കുറവുണ്ട്, ഇപ്പം ആലോചിക്കുമ്പോൾ കുറവുണ്ട്. ഇത് അണ്ടർ ഐ സിറം. ഇത് മറ്റേ നെക്കിൻ്റെ പിഗ്മെൻറ്റേഷനൊക്കെ പോകാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ക്രീമാണ്. കാണാൻ പറ്റുമോ എന്തോ നിങ്ങൾക്ക്? നല്ലതാണ്, കുഴപ്പമില്ല. എനിക്ക് അത്യാവശ്യം കുറവൊക്കെ ഉണ്ട്. ഇതിപ്പോൾ ലൈറ്റ് ഉള്ളതുകൊണ്ടാണ്, ബട്ട് എനിക്ക് അത്യാവശ്യം ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ 2 സൺസ്ക്രീൻ ഉണ്ട്. ഒന്ന് ഡോക്ടർ ഷെത്തിൻ്റെ സൺസ്ക്രീൻ, ഫേവറേറ്റ് ആണ് എൻ്റെ. എനിക്കറിയില്ല, എനിക്ക് പക്ഷേ സൺസ്ക്രീൻ അത്യാവശ്യം യൂസ്ഫുൾ ആണ്. ഏത് ടൈപ്പ് സൺസ്ക്രീൻ എനിക്ക് യൂസ്ഫുൾ ആണ്. കളർ കറക്റ്റർ നോക്കാം. ജസ്റ്റ് ഒരു കളർ കറക്റ്റർ. ഇതിന് ബ്രാൻഡൊന്നുമില്ല, ഞാനിതേ പൈസ കുറവ് കണ്ടിട്ട് വാങ്ങിയത് തന്നെയാണ്. ഇൻസൈറ്റിൻ്റെ വാങ്ങാനായിരുന്നത്. അതാണ് ഏറ്റവും നല്ല ബ്രാൻഡും നല്ല പോലെ കളർ കറക്റ്ററായിട്ട് യൂസ് ചെയ്യുന്നത്. ബട്ട് ഞാൻ നോക്കിയപ്പോൾ ആ സമയത്ത് എന്തോനോ ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിൽ ഞാൻ വാങ്ങിയതാണിത്. എനിക്കിത് അത്യാവശ്യം കവറേജും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. എനിക്ക് അലർജീസോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ഈ ബ്രാൻഡ് എന്തിനാന്ന് എനിക്കറിയില്ല, ബട്ട് ഇത് എനിക്ക് അത്യാവശ്യം നല്ലതാണ്. കൺസീലറാണ്, മാർസിൻ്റെ കൺസീലർ. നല്ല കൺസീലറാണ്. ഇത് ഇട്ട് കഴിയുമ്പോൾ കുറയുമ്പോൾ ഓക്സിഡൈസ്ഡ് ആവും നമ്മുടെ അണ്ടർ ഐസ് ഒക്കെ. അതെനിക്കിഷ്ടമാണ്. ബട്ട് എനിക്ക് ഇതിനേക്കാളും ഇഷ്ടം ഈ സംഭവം യൂസ് ചെയ്യുന്നതാണ്. ബട്ട് ഇത് ഞാൻ അണ്ടർ ഐസിലും ഇത് ഞാൻ ഇവിടെയൊക്കെ യൂസ് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ മാരേജ് അങ്ങനെ ഫംഗ്ഷനൊക്കെ ആണെങ്കിൽ മാത്രം ഫൗണ്ടേഷൻ യൂസ് ചെയ്യും. L18 യൂസ് ചെയ്യും. ഞാൻ പറയേണ്ടത് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഇതും നല്ല ബഡ്ജറ്റ് നോക്കി ഞാൻ വാങ്ങിയ സംഭവമാണ്. ഈ ഒരു ഫൗണ്ടേഷനും ഇതും അത്യാവശ്യം നല്ല കവറേജും നല്ല സ്മൂത്തായിട്ട് പോകും. നല്ല സ്മൂത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്മൂത്തായിട്ട് പോകും. എൻ്റെ സ്കിന്നിന് പെർഫെക്റ്റ് ആണ് ഈ ഒരു ഷെയ്ഡ്. കോമ്പാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏത് ബ്രാൻഡ് എനിക്കറിയാം. എനിക്ക് എൻ്റെ ചേച്ചി തന്ന കോമ്പാക്റ്റ് ആണ് ഇതും. അതേപോലെ തന്നെ ഈ ഒരു ഇതും കോമ്പാക്റ്റ്. എൻ്റെ ലിപ് ബാം ഫേസസ് കാനഡയുടെ, ഞാനിത് പർപ്പിൾ സ്റ്റോറിൽ നിന്ന് പോയിട്ട് വാങ്ങിയ സംഭവമാണിത്.
അത്യാവശ്യം കുഴപ്പമില്ല. ബട്ട് ഇത് തീർന്നു. ഇതിന് യൂസസ് എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ല. ലിപ് മോയ്സ്ചറായിട്ട് വയ്ക്കും, അത്രയേ ഉള്ളൂ. വേറെ ഒരു യൂസും ഇല്ല അതിന്, അത്രയേ ഉള്ളൂ. മോയ്സ്ചറൈസറിൻ്റെ ഒരു ഇതാണ് ഡാർക്കിസിൻ്റെ. ഇതിൻ്റെ സ്മെല്ലോ ഇങ്ങനെ പ്രസ് ചെയ്താൽ മതി. ഓപ്പണിംഗ് ഒക്കെ ഭയങ്കര ക്യൂട്ടാണ്. ഉണ്ടാവും. ഇതെൻ്റെ മസ്കാര സ്കൈ ഹൈ. ഇതെന്തിൻ്റെ? മെബലിൻ ന്യൂയോർക്കിൻ്റെ മസ്കാര. ഇതെനിക്ക് എൻ്റെ സിസ്റ്റർ തന്നതാണ്. എൻ്റെ പൊന്നേച്ചിയല്ല, എൻ്റെ വേറൊരു സിസ്റ്റർ തന്നതാണ്, വാവച്ചേച്ചി. എന്നെ പോലെ തന്നെ മേക്കപ്പിൽ ഇങ്ങനെ അഡിക്റ്റ് ആയിട്ടിരിക്കുന്നത് വാവച്ചേച്ചിയാണ്. ഞങ്ങൾ രണ്ടുപേരും മേക്കപ്പ് അഡിക്ട്സ് ആണ്. ഞങ്ങൾ രണ്ടുപേരും നേരിട്ട് കാണുമ്പോൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്യും. ഫസ്റ്റ് കാണുമ്പോൾ ഇത് അത് ചെയ്തു, ഞങ്ങൾ ഇത് ചെയ്തു, ഇങ്ങനെ കളർ കട്ടർ യൂസ് ചെയ്യാൻ തുടങ്ങി. ഞങ്ങൾ ഓരോന്നോരോന്നും പുതിയ ഡിസ്കവർ ചെയ്തിട്ട് അതിങ്ങനെ പറയുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. ഇതും ഇതേപോലെ വേറെ ലിപ്സ്റ്റിക്കിലേക്ക് നമുക്ക് പിന്നെ കിടക്കാം. ഇതെൻ്റെ ഇൻസൈറ്റിൻ്റെ ഒരു ബ്ലഷ്. ഇപ്പം ഞാൻ കറൻലി യൂസ് ചെയ്യുന്ന ബ്ലഷ് ഇതാണ്. ഇതൊരു ഓറഞ്ച് ഷെയ്ഡാണ്, നല്ല ഷെയ്ഡ്. എനിക്കിഷ്ടം, എനിക്കിത് ചേരുന്ന ഷെയ്ഡായതുകൊണ്ട് ഞാൻ വേറെ ഒരെണ്ണം വാങ്ങിയിട്ടില്ല. പിന്നെ ഞാൻ ലിപ്സ്റ്റിക്കൊക്കെ ഒരു അഡ്ജസ്റ്റ് ചെയ്യണേ. പിന്നെ ഇതാണ് ഇപ്പോഴത്തെ യൂസ് ചെയ്യുന്നതിൻ്റെ. ഇതിനൊക്കെ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് കേട്ടോ. പിന്നെ ഒരു മേക്കപ്പ് സ്പഞ്ച്. പിന്നെ ഐലൈനർ സെയിം ഡാസ്ലറിൻ്റെ. ഇത് തന്നെയാണ് ഞാൻ ഫുൾ ടൈം യൂസ് ചെയ്യുന്നത്, എൻ്റെ ഐലൈനർ. അതിൽ പ്രത്യേകിച്ച് ഒരു ചേഞ്ച് ഇല്ല. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നതിൻ്റെ BB ക്രീം ഡെയിലി യൂസിൽ ഞാൻ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ കളക്ടറോ കാര്യങ്ങളോ ഒന്നും ഞാൻ ഡെയിലി എല്ലായിടത്തേക്കും യൂസ് ചെയ്യില്ല. ഇപ്പോൾ ഓഫീസിൽ പോകുന്ന സമയമാണ്, ഡെയിലി ഞാനതൊന്നും യൂസ് ചെയ്യാറില്ല. ബട്ട് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നത് എൻ്റെ മോയ്സ്ചറൈസർ സൺസ്ക്രീൻ കഴിഞ്ഞാൽ എൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെയർ ആൻഡ് ലവ്ലിയുടെ ഈ BB ക്രീം. ഇതെനിക്കിഷ്ടം. ഇതിന് ഒരു ഗ്ലോ എനിക്ക് തരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ബാക്കി നേരിട്ട് കാണുന്നവർക്ക് എങ്ങനെയാണ് എനിക്കറിയില്ല, എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇത് തീരാറായിട്ടുണ്ട്. ബട്ട് ഞാനിത് പിഴിഞ്ഞെടുത്ത് ഇത് ഫുൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടേ ഞാൻ ഈ പുതിയ സ്റ്റോക്ക് ഓപ്പൺ ചെയ്യുള്ളൂ. ഇതിൻ്റെ വലുതല്ല, സെയിം തന്നെയാണ്. ബട്ട് ഇത് ഞാനിത് കഴിഞ്ഞിട്ടേ ഓപ്പൺ ചെയ്യുള്ളൂ. ഇതിലുണ്ട്, ഇപ്പോഴും ഇതിലുണ്ട്. ഇത് ഒരു മിററാണ്, കാണില്ല, ലൈറ്റ് ഇങ്ങനെ വെച്ചേക്കല്ലേ. ഇത് എനിക്ക് എൻ്റെ പൊന്നേച്ചി തന്നതാണ്. അവൾക്ക് ഇങ്ങനെ ഓരോ ക്യൂട്ട് സാധനങ്ങളൊക്കെ വാങ്ങാണ്ട് അവൾ എന്നോട് ഇങ്ങനെ ചോദിക്കും, ഇത് വേണം. യെസ്, വേണം എന്ന് പറയാം. ബിക്കോസ് ഐ നീഡ് എവറിത്തിങ്. പൊട്ട് അത് ഐടെക്സിൻ്റെ പൊട്ട് തന്നെയാണ്. ഇത് തന്നെയാണ് ഇപ്പോഴും യൂസ് ചെയ്തേക്കുന്ന പൊട്ട്. ഈ ഒരു പൊട്ടാണ് ഞാൻ ഫുൾ ടൈം യൂസ് ചെയ്യുക. ഒന്നില്ലെങ്കിൽ ഇത്, അല്ലെങ്കിൽ ഐലൈനർ വെച്ചൊരു കുത്ത്. ഈ പൊട്ട് ഞാൻ യൂസ് ചെയ്യുള്ളൂ, വേറൊരു പൊട്ട് ഞാൻ കുത്താറേ ഇല്ല. പിന്നെ എൻ്റെ ഐ ഷാഡോ പാലറ്റ് നൈക്കയുടെ. ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് ഒക്കെ കഴിഞ്ഞു കാണും. യെസ്, ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതെനിക്ക് വാങ്ങി തന്നത് എൻ്റെ വാവച്ചേച്ചിയാണ്. എനിക്ക് നൈക്കയിൽ നിന്ന് പോയി നൈക്ക സ്റ്റോറിൽ പോയിട്ട് എനിക്ക് ഈ ഒരു ഇതും പിന്നെ ഒരു ലിപ്സ്റ്റിക്കും വാങ്ങി തന്നിട്ടുണ്ട് ആ ചേച്ചി. പിന്നെ ഇതെനിക്ക് യൂസ് ചെയ്യുമ്പോൾ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇതിൽ കൂടുതൽ യൂസ് ചെയ്യുന്ന ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഒരു ഷെയ്ഡ് ഇട്ടിട്ട് ഈ ഒരു ഷെയ്ഡ് കൊണ്ട് ഹൈലൈറ്റ് ചെയ്യും. ഇത് അതിൻ്റെ ഗ്ലിറ്റർ ഷെയ്ഡാണ്, സെയിം. ബട്ട് ഞാൻ ഇനി കൂടുതൽ ഞാൻ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, കുറച്ച് ഐ മേക്കപ്സ് ഒക്കെ പഠിക്കാനായിട്ട്. അപ്പം ഞാനിത് ഡെഫിനറ്റ്ലി ഞാൻ യൂസ് ചെയ്യുന്നതാണ്. ആൻഡ് ഇത് പ്രൈമർ, ലാക്മേയുടെ ഒരു ചെറിയ പ്രൈമർ. ഇത് എനിക്ക് പൊന്നേച്ചി വാങ്ങി തന്നതാണ്. ഞാൻ അത് യൂസ് ചെയ്തിട്ടില്ല, അത് ഒരുപാട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ ഒരു പ്രോഗ്രാമിനൊന്നും മേക്കപ്പ് ഇടാനായിട്ട്. ബട്ട് അടുത്ത ആഴ്ച ഒരു കല്യാണം ഉണ്ട്, അത് ഞാൻ എന്തായാലും യൂസ് ചെയ്യാം. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് കല്യാണം. ആൻഡ് ഒരു പെർഫ്യൂം ബോട്ടിലുണ്ട്. ഈ ഒരു പെർഫ്യൂം ബോട്ടിൽ സിൻസ് എത്ര ഇയർ ആയിട്ടുണ്ടാവും, അത്യാവശ്യം നല്ല ഇയേഴ്സ് ആയിട്ടുണ്ടാവും. ഇതെനിക്ക് നല്ല ഇഷ്ടമുള്ള സ്മെല്ലാണ്. ഇത് സുഡിയോ എന്ന് ഞാൻ മേടിച്ചൊരു ചെറിയൊരു ലിപ് ക്രയോണാണ്, നല്ല ഷെയ്ഡാണ്. ഈ ഒരു ന്യൂഡ് ഷെയ്ഡ് ഉണ്ട് സെഫോറയുടെ. എൻ്റെ കയ്യിൽ ഇതൊന്നും ഉണ്ടാവില്ല, ഞാൻ വാങ്ങുകയാണെങ്കിൽ ഇതൊന്നും എൻ്റെ കയ്യിൽ ഉണ്ടാവില്ല. ഇത് എനിക്ക് വാങ്ങിച്ച് വാങ്ങി തന്നതാണ്. പിന്നെ എൻ്റെ ഈ ഒരു മേക്കപ്പ് ബ്രഷ് ഉണ്ട് എൻ്റെ ഇതിനകത്ത്. ഈ ഒരു ലിപ് ഷെയ്ഡ് ലിപ് വിപ്പ് എന്ന് പറഞ്ഞിട്ട് ഇത് എന്തിൻ്റെയാണെന്ന് എനിക്കറിയില്ല. ഇതെനിക്ക് വാങ്ങിച്ച് തന്നതാണ്, നല്ല ഷെയ്ഡാണ്. ഈ ഒരു ഡാർക്ക് ലിപ് ലൈനറും ഇതും വെച്ച് ഞാനിത് സ്റ്റൈൽ ചെയ്യുമ്പോൾ എനിക്കിഷ്ടമാണ് എൻ്റെ ലിപ്സ്. ഇതിയുടെ ഒരു ലിപ് ലൈനറാണ്. ഇതിൻ്റെ ഷെയ്ഡ് എന്താ, പെർഫെക്റ്റ് മെറൂൺ 15. ഇതെനിക്ക് എൻ്റെ പൊന്നിച്ച് വാങ്ങി തന്നതാണ്. വേറെ ഒരെണ്ണം ഫ്രൂട്ട് പഞ്ച് 04 എന്ന് പറഞ്ഞിട്ടൊരു ലിപ് ലൈനർ. ഇത് ഞാൻ വാങ്ങിയതാണ്. ഇത് മൈഗ്ലാമിൻ്റെ ഇപ്പോഴും ഭയങ്കര കത്തി നിൽക്കുന്ന ഒരു സംഭവമാണല്ലോ, ഒരു ലിപ്സ്റ്റിക്ക്. ഇപ്പം ഞാൻ ഇട്ടേക്കുന്ന ലിപ്സ്റ്റിക്ക്
ഇത് ഭയങ്കര ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ലിപ്സ്റ്റിക്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഷെയ്ഡ്. ഇതിൻ്റെ ഷെയ്ഡിൻ്റെ പേരാണ് ഡേറ്റ് ഓഫ് യു. അടുത്തത് ഇതേതാ ബ്രാൻഡെന്ന് എനിക്കറിയില്ല, ബട്ട് ഇതെന്തോ നല്ലൊരു ഇതെനിക്കറിയായിരുന്നല്ലോ. കെ ബ്യൂട്ടിയുടെയാണ് ഷെയ്ഡ് എനിക്കറിയില്ല. എനിക്ക് വായിച്ചു തന്നതാണ് കേട്ടോ. നല്ല ഷെയ്ഡാണ്. നൈക്കയുടെ ചായ്, ഇതെനിക്ക് വായിച്ചു തന്നതാണ് ചായ്. പിന്നെ അറിയാമല്ലോ ഞാൻ എപ്പോഴും ഇടുന്നതും ചായ് ലിപ്സ്റ്റിക് തന്നെയാണ്. എൻ്റെ കാജൽ ഐടെക്സ് കാജൽ. അത് ലിപ്സ്റ്റിക്, ഇത് വേറെ ഒരെണ്ണം, ഒരു ന്യൂഡ് ഷെയ്ഡ്. ഇത് എനിക്ക് വായിച്ചു തന്നതാണ്. എൻ്റെ ഉള്ള മിക്ക ലിപ്സ്റ്റിക്സും എല്ലാ ലിപ്സ്റ്റിക്സും മാവൻ ചേച്ചി തന്നതാണ്. പക്ഷെ എനിക്ക് അതിൽ സന്തോഷമാണുള്ളത്. അടിയിലത്ര വൃത്തി പ്രതീക്ഷിക്കേണ്ട മേക്കപ്പ് ബാഗ്സിലെ. അപ്പം നമ്മുടെ മേക്കപ്പ്സ് കഴിഞ്ഞു. സ്വിസ് ബ്യൂട്ടിയുടെയാണ് മേക്കപ്പ് ഫിക്സർ. ഇത് നല്ലതാണ്. ഇതെനിക്ക് പൊന്നിച്ച് വാങ്ങി തന്നതാണ്. ആൻഡ് എൻ്റെ എൻ്റെ അണ്ടർ ആം റോൾ ഓൺ ഈ ആഡ്ലൈഡ് ഒരു ഇതാണ്, ലണ്ടൻ റോസ്. നല്ലതാണ്. എൻ്റെ ഹെയർ സീറം സ്ട്രീക്സ്, ഇത് നല്ല എല്ലാം എൻ്റെ ഞാൻ വാങ്ങിയതൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് കേട്ടോ. നോട്ട് ദ പോയിന്റ്. പിന്നെ ഒരു റോസ് വാട്ടർ എൻ്റെ എപ്പോഴും ഉണ്ടാവും. ഇതുണ്ട്. ഓക്കെ, ഇത്ര സാധനങ്ങൾ എൻ്റെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വാങ്ങാം. ഞാൻ ഇങ്ങനെ ജോലി കിട്ടിയപ്പോൾ തൊട്ട് എനിക്ക് സാധനങ്ങൾ ഇങ്ങനെ വാങ്ങി തുടങ്ങി. അതിന് മുന്നേ എനിക്ക് എൻ്റെ ചേച്ചി വാങ്ങിത്തരും, അല്ലെങ്കിൽ ചേച്ചിയുടെ സാധനങ്ങൾ എടുത്ത് വെക്കുക, അങ്ങനെയൊക്കെ ഞാൻ ജീവിച്ചു പോയിരുന്നു. പിന്നെ ഇപ്പം എനിക്ക് എൻ്റെ വാച്ചിച്ച് എനിക്ക് തരും. ഞാൻ മേക്കപ്പ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെയാണെന്ന് ഞാൻ കൂടുതൽ ഇടാറ്. അപ്പോൾ ചേച്ചിയാണ് ഇത് കണ്ടിട്ട് ഇങ്ങനെ എന്നെ കണ്ട് ഇൻസ്പയർഡ് ചെയ്തിട്ട് മേക്കപ്പ് ചെയ്ത ഒരാളെന്ന് പറഞ്ഞത് ചേച്ചിയാണ്. ഞാൻ ശരിക്കും താങ്ക് യു പറയും. ഞാൻ കാരണം ഇങ്ങനെ ഒരാൾ ഇൻസ്പയർഡായിട്ട് മേക്കപ്പ് ചെയ്യുന്നത് നമുക്ക് കേൾക്കുമ്പോൾ എന്നെ ഭയങ്കര സന്തോഷമല്ലേ. കാരണം എനിക്ക് മേക്കപ്പിൻ്റെ ABCD അറിയില്ലായിരുന്നു. ഞാൻ ഈ ഒരു കൺസീലറും ബ്ലഷും ഇടാനൊക്കെ സ്റ്റാർട്ട് ചെയ്തത് തന്നെ ബാക്കിയുള്ളവരുടെ വീഡിയോസ് കണ്ടിട്ടാണ്. അപ്പോൾ അത് കാണുമ്പോൾ ഞാനിങ്ങനെ ഇടുമ്പോൾ എനിക്കിതിങ്ങനെ ചെയ്യണം എന്നൊക്കെ തോന്നി ഓരോന്നിങ്ങനെ ചെയ്യും. അപ്പോൾ അത് കണ്ട് ചെയ്ത് ഇൻസ്പയർഡായിട്ട് ഓക്കെ ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ വെച്ചിട്ട് എന്നെ പോലെ തന്നെ ചെയ്ത് പഠിച്ച് വാശിച്ച് അത് ചെയ്ത് വന്നിട്ട് എന്നോട് ഇങ്ങനെ പറയും. ഇപ്പം ഞങ്ങളെപ്പോൾ മീറ്റ് ചെയ്താലും ഞാൻ നീ ചെയ്യുന്ന കണ്ടിട്ട് ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം എന്നെ കണ്ട് ചെയ്യുന്നത് നമ്മുടെ സിസ്റ്റേഴ്സ്, നമ്മുടെ ഫാമിലിയൊക്കെ നമ്മളെപ്പോഴും ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ നിൽക്കുള്ളൂ. അതങ്ങനെയാണ്. അപ്പോൾ ആ ഒരു ഇതിൽ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളും ഭയങ്കര ഹാപ്പിയാണ്. ആ ഒരു കാര്യത്തിൽ എന്നെ ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്തിട്ട് ഇതാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് മേക്കപ്പ് വീഡിയോസ് തന്നെ ഷൂട്ട് ചെയ്തിടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എനിക്ക് വീഡിയോ ഇങ്ങനെ കുറേ നാൾ കാണാണ്ടാകുമ്പോൾ തന്നെ അവരൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചു പറയും എന്ത് വീഡിയോ ഇടാത്തത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. അപ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷമാണ് കാര്യങ്ങൾ. ഇപ്പോഴും ലാസ്റ്റ് ഒരു താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ പറയുന്നത് ഭയങ്കര ഉള്ളിൽ നിന്ന് തന്നെയാണ്. കാരണം എൻ്റെ ഒരു വീഡിയോ ഇരുന്ന് കാണാൻ ഞാൻ സംസാരിക്കുന്നത് കേട്ടിരിക്കുക, ഞാൻ കാണുന്നത്, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കണ്ട്, അതേപോലെ തന്നെ ഞാൻ പണ്ട് ഗെറ്റ് റെഡിയൊക്കെ ഇടുമ്പോൾ ആളുകൾ എന്നോട് ലിപ് ഷെയ്ഡ് ഏതാ ചേച്ചി എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ അവരൊക്കെ ഇരുന്ന് കണ്ടിട്ട് ആ ലിപ്സ്റ്റിക് നമ്മൾ ലാസ്റ്റാണ്, അപ്പോൾ ലാസ്റ്റ് വരെ കണ്ടു എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ അത് കണ്ടിങ്ങനെ ചോദിക്കുന്നതൊക്കെ എനിക്ക് ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. എൻ്റെ ഈ ഒരു സമയത്ത്, ഈ ഒരു ടൈമിൽ, ഒരു ടൈം ബീയിങ്ങിലൊക്കെ എൻ്റെ കൂടെ ഉള്ളവരോടൊക്കെ, അതേപോലെ എൻ്റെ വീഡിയോസ് കാണുന്നവരോട്, അതിൽ ഓരോ ഹാർട്ടാണെങ്കിലും കമൻറ്റ് ചെയ്യുന്നവരോട് എല്ലാവരോടും താങ്ക് യു സോ മച്ച്. എൻ്റെ ഉള്ളിൽ നിന്നാണ് ഞാൻ ഈ താങ്ക് യു പറയുന്നത്. അതിൻ്റെ തൊട്ട് കൺസിസ്റ്റൻ്റ് ആവാൻ ട്രൈ ചെയ്യാൻ നല്ല കൺസിസ്റ്റൻ്റ് ആവാം. അപ്പോൾ എൻ്റെ വീഡിയോ ലാസ്റ്റ് വരെ കണ്ട് ഇതിന് കണ്ടവരൊന്നും ഒരു ഹാർട്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അത്രയും സന്തോഷമായിരിക്കും. പ്ലീസ് ഒരു ഹാർട്ടെങ്കിലും ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു. എന്തൊക്കെ പറയുന്നത് എനിക്കറിയില്ല. ഞാൻ കുറച്ച് നാളായിട്ട് ഇങ്ങനെ സോൺ ഔട്ടായിട്ട് ഇരിക്കണം. അപ്പോൾ ഞാൻ എന്തൊക്കെയോ ഇരുന്ന് പറയുന്നത് എനിക്കിങ്ങനെ സംസാരിക്കണം എന്ന് തോന്നിയിട്ട് ഞാൻ ഇരുന്ന് എടുത്ത വീഡിയോ ആണിത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു സോ മച്ച്. വേറെന്താ പറയുക, I love you so much.